നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സത്യം ചെയ്, ഒരിടത്തേക്കും പോയില്ലെന്ന് എന്റെ കൈ പിടിച്ച് സത്യം ചെയ്. സത്യം ചെയ്യ്. എന്നെ കൊണ്ട് ഒരിക്കൽ സത്യം ചെയ്യിച്ചിട്ടില്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, സത്യയുടെ അമ്മയൊക്കെ കണ്ടപ്പോ എന്റെ എല്ലാ വേദനകളും മാറി. പിന്നെ സത്യമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞില്ലേ, അതിന് സോറി. ഞാൻ ആ കുട്ടിയെ തല്ലിയന്റെ പേരിലാണല്ലോ സത്യമ്മ നിങ്ങളെ വഴക്ക് പറഞ്ഞത്. അതിന് സോറി. അതെനിക്ക് സങ്കടമായി. അതിന് സത്യയുടെ അമ്മയോട് സോറി പറയാൻ ഞാൻ വന്നപ്പോഴാ എന്നെ വണ്ടി ഇടിച്ചത്. സത്യാമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. സോറി. മോളെ, എന്റെ പൊന്നു മോളെ, നിന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു വഴക്കുമില്ല, ആരോടും ഇതിന്റെ പേരിൽ ഒരു പരിഭവവും ഇല്ല. പോരെ, മോക്ക് സന്തോഷായില്ലേ? സന്തോഷാവണമെങ്കിൽ സത്യയുടെ അമ്മ പപ്പിമോളെ വിട്ട് ഒരിടത്തേക്കും പോരുത്. പോവോ? പപ്പിയെ തനിച്ചാക്കി സത്യ എന്നിൽ നിന്ന് മാറ്റി സത്യയുടെ അമ്മ പോവോ? പോവാന്നാ ചോദിച്ചത്. പോയാ ഞാനിവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. സത്യം എന്റെ കൂടെ വേണം. ഞങ്ങളെ അകറ്റാനായിരുന്നെങ്കിൽ എന്തിനാ ഞങ്ങളെ ഒരു സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തത്? എനിക്കിപ്പോ വാക്ക് തരണം, ഒരിടത്തേക്ക് സത്യയുടെ അമ്മ പോവില്ലെന്ന്. ഇവിടെ തന്നെ നിൽക്കൂന്ന്. ഈ കുഞ്ഞുങ്ങളെ തമ്മിൽ അകറ്റിയിട്ട് നമ്മൾ എവിടെ പോവാനാ? ഇത് ജീവിതമാണ് മോളെ. പ്രശ്നങ്ങളുണ്ടാവും, അതെല്ലാം മറികടന്നാലേ ജീവിതം ജീവിതമാവൂ. അല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടാൻ പോയാ പിന്നെ അതിനെ നേരം കാണൂ. സത്യം ചെയ്, ഒരിടത്തേക്കും പോയില്ലെന്ന് എന്റെ കൈ പിടിച്ച് സത്യം ചെയ്. സത്യം ചെയ്യ്. എന്നെ കൊണ്ട് ഒരിക്കൽ സത്യം ചെയ്യിച്ചിട്ടില്ലേ? ചേച്ചിയമ്മയെ വിഷമിപ്പിക്കാതെ പപ്പിമോളെ ചേച്ചിയമ്മയ്ക്ക് വാക്ക് തരണം. ചേച്ചിയമ്മ പറയാതെ സത്യയുടെ ഈ വിവരം പറയില്ലെന്ന്. ചേച്ചിയമ്മയുടെ പൊന്നു മോളല്ലേ സത്യം ചെയ്തതാ. ശരി, സമ്മതിച്ചു. എന്നെ വിട്ട് എങ്ങോട്ടും സത്യം കൊണ്ട് പോവില്ലെന്ന് സത്യം ചെയ്. സത്യം ചെയ്യമ്മേ, പപ്പി പറയുന്ന കേട്ടില്ലേ? മോളെ സമ്മതിച്ചേക്ക്. എന്തിനാ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? സത്യം ചെയ്യാൻ. കുഞ്ഞിച്ചി പ്ലീസ്. ശാലിനി, അല്പമെങ്കിലും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ സത്യം ചെയ്യ്.
അതെ, മോളിനെ ഒറ്റയ്ക്ക് ഒരിടത്തേക്കും പോരുത് കേട്ടോ. എവിടെ പോകണെങ്കിലും പൊന്നിയാന്റിയോ രമണ്ണങ്ങളെ വിളിച്ചിട്ട് പോകാവൂ. ഇനി ഞാൻ അങ്ങനെയൊന്നും പോയില്ല സത്യാമ്മേ. അങ്ങനെ പോയതുകൊണ്ടല്ലേ എനിക്ക് അപകടം ഉണ്ടായത്. അതെനിക്ക് മനസ്സിലായി. എന്തെല്ലാം അപകടങ്ങളാ പപ്പിമോൾക്കുണ്ടാവുന്നത്. ജാതകവശാൽ മോശ സമയമാ, കൂടുതൽ ശ്രദ്ധ വേണ്ട സമയം. പപ്പിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ ശ്യാമയും രോഹിത്തും കാണിക്കേണ്ടിയിരിക്കുന്നു. കുഞ്ഞല്ലേ, ഇവൾക്ക് എന്തറിയാം? ഇവളെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുതിർന്നവര് തന്നെയാ. ഭാമേ, എന്താ നീ ആലോചിച്ചു കൂട്ടുന്നേ? വിഷ്ണുവിനെ കുറിച്ചാണോ? വിഷ്ണുവിനായാലും പപ്പിമോൾക്കായാലും അപകടങ്ങൾ ഒഴിഞ്ഞിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാനായിട്ടും നേരമില്ലല്ലോ രാഘവേട്ട. എന്നും എപ്പോഴും അപകടങ്ങളും ദുരിതങ്ങളും മാത്രം. ഇപ്പൊ തന്നെ എത്ര വട്ടം പപ്പി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അതിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരുന്ന അനുഭവിക്കാന്നല്ല, പിന്നെ എന്ത് ചെയ്യാനാ? വിധി, അതിക്കുള്ള എന്ത് പറയാനാ? വിഷ്ണുവിന്റെ കാര്യം തന്നെ എടുത്തേ. എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചത്. ആശുപത്രിവാസം അവസാനിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? അമ്മ എന്താ പറഞ്ഞു വരുന്നേ? പറഞ്ഞു വന്നത് പപ്പിയുടെ കാര്യമാ. സമയദോഷ. ഞാന് പത്മനാഭൻ ജോൽസിനോട് വരാൻ പറഞ്ഞിരിക്കുക. പപ്പിയുടെ കാര്യം മാത്രമല്ല, മൊത്തത്തിൽ രാശി വെച്ചൊന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. സത്യമേ, ഞാനും ഇത് സത്യാമ്മയോട് പറയണമെന്ന് വെച്ചിരിക്കുവായിരുന്നു. പപ്പിയുടെ ബാലാരിഷ്ടതകൾ മാറിയോന്നൊന്ന് നോക്കണമായിരുന്നു. സത്യാമ്മേ. ആ ശ്യാമേ, ജോൽസിനാണെന്ന് തോന്നുന്നു. ചെന്ന് കൂട്ടിക്കൊണ്ടുവാ. വഴിപാടുകളൊക്കെ പറയും. അതൊക്കെ കൃത്യമായി നടത്തിയ എല്ലാം ശരിയാവുന്ന തന്നെ എന്റെ മനസ്സ് പറയുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.